ഇന്നേ ദിവസം നമ്മളായിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ഈശോയ്ക്ക് സാധിക്കും. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളൊക്കെ പറയാം. ചിലപ്പോൾ ഇന്ന് ചില അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ചില പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർക്കത് അവരെ ബലപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് നമ്മളെ ഏത് സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുവാൻ പറ്റും. ഏത് പ്രയാസമേറിയ ഘട്ടങ്ങളിലും കർത്താവിന്റെ ആ ഒരു ഇമ്മീഡിയറ്റ് ഹെൽപ്പ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുക കേട്ടോ. അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഇന്ന് ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ അറിയുന്നു, ഈശോയ്ക്ക് നീ വേണ്ടപ്പെട്ടവനാണ്. ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ഞങ്ങളുടെ തറവാട് വീടിന്റെ സമീപത്ത് ഒരു പുതിയ വീട് വെക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് 25 വർഷം മുകളിലായിരുന്നു. പുള്ളി ഞങ്ങളുടെ വീടിരിക്കുന്ന തറവാട് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പറമ്പ്, അത് എൻ്റെ വല്യപ്പൻ, അതായത് എൻ്റെ ഫാദറിന്റെ ഫാദർ ബ്രാഹ്മൺസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു പറമ്പായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറവാട് വീട് ഇരിക്കുന്നത് ഒരു പ്രസിദ്ധമായ ഒരു ഇല്ലത്തിന് തൊട്ടരികിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ വീട് വെച്ചു. വീട് വെക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു, അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, അവിടെ പല സംഭവങ്ങളും ഉണ്ട്, ചാത്തന്മാരുണ്ട്, യക്ഷിയുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, രക്തരക്ഷസുണ്ട്, ഇതെല്ലാം പറഞ്ഞു. അപ്പം എൻ്റെ പപ്പാടെ ബ്രദർ പള്ളിയിലച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെ വേണം വീട് വെക്കുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം വീട് വെച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പം വിശ്വാസമൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ അന്ന് വലിയ വിശ്വാസമൊന്നുമില്ല, ഒരു ന്യൂട്രൽ വിശ്വാസം. എന്താ പറയുന്നത്, ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവമുണ്ട്, എന്നാൽ ഒരു ആഗ്നോസ്റ്റിക് രീതിയിൽ അങ്ങനെ വലിയൊരു ബോധ്യമോ അങ്ങനെ ഒരു വലിയൊരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഒരു ക്രിസ്ത്യൻ കുടുംബം, കത്തോലിക്ക കുടുംബം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വീട്ടില് ഞങ്ങൾ ആ പുതിയ സ്ഥലത്ത് വീട് വെച്ചു. അത്യാവശ്യം വലിയൊരു വീടായിരുന്നു. അപ്പൊ വെച്ചാൽ അത് വെച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പം മുതൽ ഓരോ അസ്വസ്ഥതകൾ വരാൻ തുടങ്ങും. വീട്ടിലുള്ള ഓരോ വ്യക്തികളും ഇങ്ങനെ ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ പോകുന്ന വെച്ചാൽ ഇങ്ങനെ ഒരു സൈക്കിളിന്റെ ചെയിൻ പോലെ, ഒരാൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ആൾ ആശുപത്രിയിൽ കയറും. ചെയ്യുന്ന ബിസിനസ്സിനകത്തിനൊക്കെ തകർച്ച. പപ്പായുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബിസിനസ് 8 നിലയിൽ പൊട്ടി താഴെ പോവുകയാണ്. അങ്ങനെ സാമ്പത്തികമായ ക്രൈസിസ് വരുന്നു. പുള്ളി ചെയ്യാൻ തുടങ്ങുന്ന കാര്യത്തിനകത്തെല്ലാം നഷ്ടം വരാൻ തുടങ്ങി. അപ്പോൾ കുറെ ആൾക്കാരോട് കൺസൾട്ട് ചെയ്തു. ആദ്യം ഇങ്ങനെ നമുക്ക് മോട്ടിവേഷൻ തന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എല്ലാവരും കൈയൊഴിയാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് പപ്പാടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാര്, അത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്. അപ്പം അവരന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ഓരോ മതവിഭാഗത്തിന്റെ രീതിയിൽ അവർ പറഞ്ഞു, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതാണ്, ഇതാണ്. അപ്പൊ പലരും പല രീതിയിൽ പ്രാർത്ഥിച്ച് സഹായിക്കാനൊക്കെ നോക്കിയിട്ടൊക്കെ അവർ പറഞ്ഞു, ഈ സ്ഥലത്ത് ജീവിച്ചു പോവുക ഭയങ്കര ദുഷ്കരമായ ഒരു കാര്യമാണ്. ഞാനിത് സാക്ഷ്യം പറയുന്നത് എന്നതിനാണെന്നറിയോ, എത്ര വലിയ പ്രയാസമേറിയ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിലും, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇന്നൊരു 10 രൂപ എടുക്കാൻ കയ്യിലില്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ ഇതിന്റെ നടുവിൽ കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. യേശുവിന്റെ ശക്തി എന്നുള്ളത് അത് നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചറിയേണ്ട ഒരു വലിയ ശക്തിയാണ്, യേശുവിന്റെ ശക്തി. ഓക്കെ, അപ്പൊ എന്തായാലും അന്ന് നമുക്കറിയാവുന്ന ആൾക്കാരോടൊക്കെ ഈ ബിസിനസ്സൊക്കെ താരുന്ന സമയത്ത് പപ്പായ്ക്ക് ഒരു ആക്സിഡന്റ് വന്നു. തലനാരിഴയ്ക്കാണ് പുള്ളി രക്ഷപ്പെട്ടത്. വണ്ടിയൊക്കെ തകർന്ന് തരിപ്പണമായി. അപ്പൊ ആ വണ്ടി കണ്ട ആൾക്കാർ പറഞ്ഞു, അയ്യോ, ഈ വണ്ടിയിലുള്ള ആള് ജീവനോട് ഇരിപ്പുണ്ടോന്ന് ചോദിച്ചു. അന്ന് ഞാൻ യാത്ര ചെയ്ത വണ്ടി ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റ് പെട്ടിട്ട് അതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. പിന്നെ തൊട്ട് അടുത്ത നാളുകൾ എൻ്റെ വല്യപ്പച്ചൻ മരിക്കുന്നു, വല്യമ്മച്ച മരിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുവാണ്. അപ്പം ഭയങ്കര ക്രൈസിസ്. അപ്പം പല ആൾക്കാരും, പല കരിസ്മാറ്റിക് ഗ്രൂപ്പിലുള്ളവർ പോലും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തോ ചെയ്തു പോയ തെറ്റ് തിരിച്ചു വരുന്നതാണ്, അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞ് അവസാനം ഒരു ഹോപ്പില്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞ സംഭവം ലൈഫിൽ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ പപ്പായ്ക്ക് ആക്സിഡന്റ് വന്ന സമയത്ത് ഞങ്ങൾ ഓർത്ത് അതോടുകൂടി ബിസിനസ് എല്ലാം തകർന്ന, കടമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയം, എല്ലാം വഴിയാതാരായി, തീർന്നു, ഇനി ആരുമില്ല, ഇനി അല്ലെങ്കിൽ എന്താ ആത്മഹത്യ മുമ്പിൽ നിൽക്കുന്ന പോലത്തെ അവസ്ഥകൾ നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളും തോട്ട്സും ഒക്കെ മനസ്സിൽ വരുന്ന സമയത്താണ്
ഞാൻ കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു ടൈമാണ്. ഒരു ദിവസം വൈകുന്നേരം മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ടായിരുന്നു. മാർഷൽ ആർട്സ് ഞാൻ കരാട്ടെ പഠിക്കും. ഈവനിങ് ഞങ്ങൾ ആഴ്ച 2 ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് യാദൃച്ഛികമായിട്ട് ഒരു വ്യക്തി ഒരു ക്രിസ്ത്യൻ കൺവെൻഷൻ വഴി നടക്കുക. നമ്മൾ അങ്ങനെ വലിയ വിശ്വാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ സമയത്ത് ആ മനുഷ്യൻ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുമായിരുന്നു. അത് പ്രതീക്ഷ നിറഞ്ഞൊരു സന്ദേശം, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ഒക്കെയുള്ള പ്രതീക്ഷകൾ നിറഞ്ഞൊരു സന്ദേശം കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലോട്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം കിടന്നു. അത് എവിടെ നിന്ന് വന്നെന്ന് പറയാൻ പറ്റില്ല. അതുപോലൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം. അപ്പൊ എനിക്ക് സത്യം പറയുന്നത് ശ്വാസം വിടാൻ പറ്റി. അതായത് ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുവാണ്, there is a hope at the end of the line. ഒരു പ്രതീക്ഷയുണ്ട്, ഇതിനപ്പുറമായിട്ടൊരു സംഭവം ഉണ്ട്. ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, അന്നുള്ള പള്ളിയിലച്ചന്മാരും പ്രാർത്ഥനക്കാരും ലോകത്തുള്ള സകല മനുഷ്യരും കൈയൊഴിയും, എല്ലാവരും വിടുക. ആർക്കും ഒരു തകർച്ച വരുന്ന സമയത്ത് ആരും കൂടെ കാണിയില്ല. അത് നാട്ടുകാരായാലും വീട്ടുകാരായാലും ബന്ധുക്കളായാലും എല്ലാവരും അങ്ങ് മാറി നിൽക്കും. അവർക്ക് കാരണം എന്തെങ്കിലുമൊക്കെ പറയും, ഇതാണ് കാരണം അതാണ് കാരണം, പക്ഷെ സൊല്യൂഷൻ ഒന്നുമില്ല. അപ്പം അന്ന് എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരുടെയും പേരൻസ് ഒക്കെ ഇതുപോലത്തെ സമാനമായ ക്രൈസിസിലൂടെ കടന്നു പോലും പലരും ആത്മഹത്യ ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്ന മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ നടുവിൽ ഈശോയെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള, ഈശോ സഹായിക്കും, ഈശോ ഇടപെടും, ഈശോ അങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് ഇത് ആ പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ, ആ പ്രസംഗം കേട്ടതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ദൈവം എന്തുകൊണ്ട് എനിക്ക് അതല്ലാത്ത സന്തോഷം എനിക്ക് അനുഭവിക്കാൻ പറ്റി. Why did I feel that joy when I heard about you? അന്നാണ് ഞാൻ ആദ്യമായിട്ട് ബൈബിൾ തുറക്കുന്നത്. ബൈബിൾ അവിടെയുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സങ്കീർത്തനം 91 വായിക്കും, അല്ല വല്ലപ്പോഴൊക്കെ ബൈബിൾ തുറക്കും എന്നുള്ളതല്ലാതെ ബൈബിൾ തുറക്കാനുള്ള വലിയൊരു ഒരു ആവേശം കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഈ ബൈബിൾ തുറന്ന് ബൈബിളിനകത്തെ യേശുവിനെ പരിചയപ്പെടുന്നു. ബൈബിളിനകത്തെ യേശു, അങ്ങനെ ഒരാളുണ്ട്. ഞാനിത് പറയുന്നത്, നിങ്ങൾ ഇരിക്കുന്ന വീട്, നിങ്ങളായിരിക്കുന്ന സ്ഥലം, നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥകൾ എന്ത് തന്നെയാലും അതിനെ മറികടന്ന് വിജയിച്ച ഒരു ഈശോയുണ്ട്. ആ ഈശോ എന്നുള്ളത് ബൈബിളിനകത്ത് നമ്മൾ ഒരു കഥ വായിക്കുന്ന പോലെ ചിലപ്പോൾ അങ്ങനെ വായിച്ചു പോകും. പക്ഷേ അത് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയി കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ശക്തി സ്രോതസ്സാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതായത് ഞാനൊക്കെ ഈശോയെ കുറിച്ച് പഠിച്ചത് സെമിനാരിയുടെ ബൈബിൾ കോളേജുകളുടെയോ സുഖസുഷ്ടിയിലും ആ ഒരു വലിയ സമ്പന്നതയിലൊന്നും അല്ല. ജീവിതത്തിന്റെ കനൽ വഴിയിൽ വലിയ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും ഒരു ദിവസം എങ്ങനെ ഞങ്ങളുടെ കുടുംബം മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലാണ് ബൈബിളിനകത്തെ യേശു ജീവിച്ച വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്നത്. അത് ഈ വചനത്തിന്റെ ശക്തിയാണ്. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ ഒരു സ്നേഹം മാത്രം. അത് ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് ആ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തും. അത് കർത്താവ് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. കാരണം അത് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു കാര്യം. അന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, ഈശോയുടെ വചനം ഈ വചനത്തിന്റെ ശക്തിയിൽ നിറയപ്പെടുമ്പോൾ ഭയങ്കര ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ വരിക. അപ്പൊ അന്ന് ചില വ്യക്തികൾ വന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഇവിടെ ഒരു 4 വർഷത്തിൽ കൂടുതലൊന്നും താമസിക്കാൻ പറ്റില്ല കേട്ടോ, 5 വർഷത്തിൽ കൂടുതൽ താമസിക്കാൻ പറ്റില്ല. ഈ ശക്തികൾ, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ശക്തികളെല്ലാം നിങ്ങളെ കീഴ്പ്പെടുത്തി ഉപദ്രവിക്കും. അതിലൊരു മനുഷ്യൻ പറഞ്ഞു, അത് ഞാനിപ്പോഴും പറഞ്ഞു, ഒരു വ്യക്തിയോട് പറഞ്ഞു, മോനെ, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ഒന്നെങ്കിൽ അതിനെ കീഴെ പോകാൻ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക, അതിന് മുകളിൽ നിൽക്കുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരും. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. അതായത് ഈശോനെ മുറുകെ പിടിക്കുന്ന നിങ്ങൾ എത്ര വലിയ പ്രയാസമാണെങ്കിലും ആ പ്രയാസത്തിന് മുകളിൽ നിൽക്കുവാനുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരും. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിക്കുന്നത് വരെ ജെറുസലേമിൽ നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ജെറുസലേമിലും സമരിയയിലും ജൂദയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. എവിടെയൊക്കെ സാക്ഷികളാകുന്നത്? ഇപ്പൊ ലോകത്തിന്റെ അതിർത്തികൾ വരെ. ഞങ്ങളുടെ ടൗൺ വിട്ട് പോകത്തില്ലെന്നായിരുന്നു അന്ന് ആൾക്കാർ പറഞ്ഞു. അതിനു മുമ്പ് തന്നെ തീർന്നു പോകും, അല്ലെങ്കിൽ ഭയങ്കര വേറെ വലിയ സംഭവങ്ങളാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഈശോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം തന്നെ കർത്താവ് ഫ്രീ ആക്കിയ ഒരു സംഭവം, മനുഷ്യർ പറയുന്ന കാര്യം, അവരുടെ വ്യൂ പോയിന്റുകൾ, അവര് പറയുന്ന ആംഗിളുകൾ, അവര് പറയുന്ന പ്രവചനങ്ങൾ, അവര് പറയുന്ന നെഗറ്റിവിറ്റി, അതിനെ എടുക്കരുത് ഈശോ പറഞ്ഞു. അതിനെ കട്ട് ഓഫ് ചെയ്യുക. There is a supernatural higher realm that can help you and strengthen you and can set you free.
നിങ്ങളോട് ഞാനിത് പറയട്ടെ, ഈ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. ലോകം പറയുന്നതോ മനുഷ്യർ പറയുന്നതോ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്കിടുന്ന വില നിങ്ങൾ അതിലേക്ക് നോക്കല്ലേ. ഈശോ നിങ്ങളെ കാണുന്നത് ഒരു ചാമ്പ്യൻ ആയിട്ടാണ്. ഇന്ന് നേരിടുന്ന പ്രയാസത്തിനെ നിങ്ങൾ മറികടക്കും. ഈ എത്ര വലിയ ഡിമോണിക് എൻറ്റൈറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നെങ്കിലും അതിനെ മറികടക്കുവാൻ ഈശോയ്ക്ക് പറ്റും. ഈശോ നിങ്ങൾക്ക് ആ കൃപ നൽകും. ഈശോ നിങ്ങൾക്ക് ആ ശക്തി നൽകും. ഹല്ലേലൂയ. ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വചനം വായിച്ചിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ ഈശോ ഇങ്ങനെ ആത്മാവിനുള്ളിൽ ഇങ്ങനെ പറയും, ഉപവസിക്കുക. അതായത് ആരെങ്കിലും പറഞ്ഞിട്ടില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നമ്മൾ പ്രാർത്ഥനയിൽ അങ്ങ് ആയിരുന്നു. അങ്ങനെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ വഴി നടത്തപ്പെടുമ്പോൾ നമ്മളായിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ദൈവം നമുക്ക് മോചനം നൽകും. അങ്ങനെ ഒരു ദിവസമാണ് കർത്താവ് ഉള്ളിൽ ഇങ്ങനെ നൽകിയൊരു സന്ദേശം വന്നത്. യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു. എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ്. ഈശോ ഈ ഭൂമിയിൽ വന്ന് അവസാനം പറഞ്ഞ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വാക്കേതാ? ഇതാ ഞാൻ സകലതും നിവർത്തിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പിശാചാകട്ടെ, ചാത്തനാകട്ടെ, ആഭിചാര ശക്തിയാകട്ടെ, മന്ത്രവാദ ശക്തിയാകട്ടെ, കൂടോത്ര ശക്തിയാകട്ടെ, എന്തുമാകട്ടെ, ഞാൻ ഈ പേരൊക്കെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ അതിനെ വലിയ പെരുപ്പിച്ച് കാണുമൊന്നും വേണ്ട. ദൈവം അതിന് മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. അത് ക്രൂശിൽ അതിന്റെ മേൽ കർത്താവ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെ നിരായുധമാക്കി. അധികാരങ്ങളെ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ഇത് വിശ്വസിച്ച് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ കുരിശിൽ കഴിഞ്ഞ കർത്താവ് നേടിയെടുത്ത വിജയത്തിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. ഈ അഭിഷേകമാണ് നമുക്ക് വഴികളെ വാതിലുകളെ തുറക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോയെ മഹത്വം. കർത്താവ് എത്രയോ ഭൂഖണ്ഡങ്ങളിലല്ലേ വിട്ടു, എത്രയോ സ്ഥലങ്ങളിൽ കർത്താവ് എന്നെ വിട്ടു. നിങ്ങളെയും വിടും. നിങ്ങളെ ലോകരാജ്യങ്ങൾ കർത്താവ് അയക്കും. രാജ്യങ്ങളിൽ അയക്കുക എന്ന് മാത്രമല്ല, ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവ് വിജയം നൽകും. അതല്ലേ ഇന്ന് നമ്മൾ നേരിടുന്ന ഓരോ വിഷയങ്ങൾ. സങ്കീർത്തനം 46 എന്താ പറയുന്നത്? അതിന് 1-ാം വാക്യത്തിൽ ഗോഡ് ഈസ് അവർ വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. വെരി പ്രസന്റ് ഹെൽപ്പ്. ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയിൽ, പ്രയാസത്തിൽ ദൈവം സുനിശ്ചിത തുണയാണ്. അപ്പം പലപ്പോഴും പിശാചിന്റെ ട്രിക്ക് എന്നറിയോ? നമ്മളെ ഭയപ്പെടുത്തും. അതും ഇതും പറഞ്ഞ് ഭയപ്പെടുത്തും. ആസ്ട്രോളജി കാണിച്ച് ഭയപ്പെടുത്തും, അത് പറഞ്ഞ് ഭയപ്പെടുത്തും, മറ്റത് ഓരോ ലോകത്തിലുള്ള മനുഷ്യർ ഓരോരോ അനുമാനങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താൻ നോക്കും. ദൈവം നിങ്ങളെ നോക്കി. ബൈബിളിൽ ഏറ്റവും അധികം കാണുന്ന വാക്കേതാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഞാൻ എന്ന് പറയുന്ന ആരാന്നറിയോ? ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ നിന്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ചില ഹൈന്ദവ സഹോദരങ്ങളോട് പറയും, ഇത് ക്രിസ്ത്യാനികളുടെ ദൈവം ക്രിസ്ത്യാനികളുടെ കൂടെ ഇരിക്കുന്നല്ലേ പറയുന്നത്. അല്ലല്ലല്ല, ഞാനാകുന്നവൻ നിന്നോടൊപ്പമുണ്ട്. ഈ ഭൂമിയിൽ നീ പറക്കുന്നതിന് മുൻപേ നിന്നോടൊപ്പം അവനുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നീ ശരീരം ധരിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുൻപേ ഞാനാകുന്നവൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ കർത്താവ് നിന്നോടൊപ്പം എന്നുമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു അവൻ. ഈ ഭൂമിയിൽ ജനിക്കുമ്പോഴും ജീവിക്കുമ്പോഴും നിന്നോടൊപ്പം ഈ ഞാനുണ്ട്. ഞാനാകുന്നുവെന്ന് പറയുന്ന ദൈവം നിന്റെ ആത്മാവുമായിട്ട് ഇഴുകിച്ചേർന്നവനാണ്. നിന്റെ ഉള്ളിൽ തന്നെ അവന്റെ സത്തയുണ്ട്. അവന്റെ സകലതും നിന്നിൽ ലയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധന. മോശയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഞാനല്ലാതെ, അതായത് നിന്റെ ഉള്ളിലിരിക്കുന്ന, നിന്നോടൊപ്പമായിരിക്കുന്ന, നീ ജനിക്കുന്നതിന് മുൻപും നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന ഞാനാകുന്നവരല്ലാതെ വേറെ ആരും നിന്നോടൊപ്പം ഇല്ല. ദാറ്റ് ഈസ് എ ട്രൂത്ത്. അതാണ് സത്യം. അത് എല്ലാ മനുഷ്യന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നിന്ന് ജനിച്ചിരിക്കുന്ന, എന്നെ കേൾക്കുന്ന, നിങ്ങളുടെ ജാതി, മത, വർഗ, വർണ്ണഭേദമന്യേ എല്ലാവരുടെയും കൂടെയും പുള്ളിയുണ്ട്. പലപ്പോഴും ഈ സെമിറ്റിക് മതങ്ങള് ഇതിനെ ഒരു ഏകദൈവം, എവിടെ ഇരിക്കുന്ന ഒരു ദൈവം, വേറൊരു ദൈവം, അങ്ങനത്തെ ചിന്തകളിലേക്ക് പോകും. പക്ഷേ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളാണ് കറക്റ്റായിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. പൗലോസ്ലീഹ പറയുക, എല്ലാവരുടെ ഉള്ളിൽ വസിക്കുന്ന, എല്ലാവർക്കും എല്ലാമായി തീർന്ന ഒരുവൻ മാത്രമാണ്. അത് ഒരുവൻ എന്ന് പറയുമ്പോഴും എല്ലാവരിലും അവനുണ്ട്. ഈ തിരിച്ചറിവ് കിട്ടുന്നവനാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ക്രിസ്ത്യാനി എന്നല്ല പറയുന്നത് കേട്ടോ, അവിടെ അങ്ങനെ ഒരു പദപ്രയോഗമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ജൂതന്മാരെ കളിയാക്കി വിളിച്ചതാണ് നിങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന്. പക്ഷെ ഈ തിരിച്ചറിവ് കിട്ടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിൽ ദൈവാത്മാവിന്റെ ശക്തി വന്ന് നിറയപ്പെടും. ഈ തിരിച്ചറിവ് കിട്ടുന്ന ഒരു മനുഷ്യനിൽ ദൈവാത്മാവിന്റെ ശക്തി വന്ന് നിറയപ്പെടും. അതാണ് ഏറ്റവും വലിയ രക്ഷ. അപ്പൊ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എന്റെ
വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അപ്പൊ അന്ന് ആ ഒരു വലതുകരത്തിന്റെ ശക്തി ശരിക്കും അനുഭവിക്കാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം വീട്ടിലുള്ളവരൊക്കെ നല്ല എതിർപ്പായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എനിക്ക് പിടികിട്ടി. അങ്ങനെ കുറെ നാളുകൊണ്ടാണ് ഈ സ്പിരിച്വൽ റലത്തിലെ കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയപ്പെടുമ്പോൾ, നമ്മുടെ ചുറ്റും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ നെഗറ്റിവിറ്റികൾക്കും മുകളിൽ നിൽക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് പകർന്നു തരും. ചിലപ്പോൾ മനുഷ്യരിലൂടെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുമായിരിക്കും, പക്ഷെ അവരോട് ക്ഷമിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ ഈ അഭിഷേകം നമ്മൾ വർദ്ധിക്കുവാനിടയായി തീരും. ഈശോയെ ആരാധന. അപ്പൊ ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുമ്പോൾ എന്താ സംഭവിക്കും? നമ്മളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വർദ്ധിക്കും. അത് നമുക്ക് ലൈഫിൽ വിജയം നൽകുവാനിടയായി തീരും. 1 Corinthians 15:57 നമ്മുടെ കർത്താവായ ഈശോ വഴി വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി, മഹത്വം, ആരാധന. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ പറയുന്ന ഞാൻ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്. നോബഡി ഈസ് പെർഫെക്റ്റ്. ഓൺലി വൺ പേഴ്സൺ ഈസ് പെർഫെക്റ്റ്. അതാരാ? ഈശോ. നമുക്കെല്ലാം കുറവുകളുണ്ട്, പക്ഷെ കുറവുകൾക്ക് മുകളിൽ, നമ്മുടെ ബലഹീനതകൾക്ക് മുകളിൽ നമുക്ക് വിജയം നൽകി നമ്മളെ വഴി നടത്തുന്ന സ്നേഹമുള്ള ഒരു അപ്പനിന്ന് നമുക്ക് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മളെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കി പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റുകയാണ്, നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അതിനായിട്ട് നമ്മളോട് സമർപ്പിക്കാനാണ് ഈശോ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ് കുറ്റം ചുമത്തുവോ കുറ്റം വിധിക്കുകയോ അല്ല. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ അമിതമായ പാപബോധം നൽകി നിങ്ങളെ നിരാശപ്പെടുത്തുകയല്ല. കർത്താവ് പറയുകയാണ്, നിങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, നിങ്ങളെ ഈ ഒരു ബലഹീനതയിൽ നിന്ന് കരകയറ്റുവാൻ എൻ്റെ ആത്മാവിന് കരുത്തുണ്ട്, ശക്തിയുണ്ട്. ഇന്ന് നേരിടുന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ എൻ്റെ ആത്മാവിന് കരുത്തുണ്ട്, ശക്തിയുണ്ട്. ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോയുടെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ നിറയപ്പെട്ട് നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വലിയ മഹത്വം അയക്കും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഈ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് 2 Corinthians 3:20 നമ്മൾ കാണുന്നു. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും ആ പ്രയാസത്തിന്റെ മുകളിലൂടെ, വെള്ളത്തിന്റെ മുകളിലൂടെ യേശു നടന്നതുപോലെ, കർത്താവ് എവിടെയായിരുന്നു? വെള്ളത്തിന് മുകളിലാണ് കർത്താവ് നിൽക്കുന്നത്, അല്ലെ? അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുകളിലൂടെ നടക്കുവാനുള്ള വലിയ കൃപ ഈശോ നൽകും. അതുപോലെ തന്നെ നിങ്ങളിലൂടെ അനേകരെ ഈ ഈശോയിലേക്ക് വഴി നടത്തുവാൻ ദൈവം വഴി തുറക്കും. അപ്പൊ നിങ്ങൾ നേരിടുന്ന ചില പ്രശ്നങ്ങൾ ഇന്നുണ്ടല്ലോ, അതായത് സമാനതകളില്ലാത്ത, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ. ഈ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹയർ റലമുണ്ട്. ഇതേ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. പത്രോസ് അന്ന് വെള്ളത്തിന് മുകളിലൂടെ നടന്നതുകൊണ്ടാണ് പത്രോസിന് മനസ്സിലായി ഇത് പോസിബിൾ ആണ്. ഇന്ന് നമ്മൾ നേരിടുന്ന, കർത്താവ് ഒരിക്കലും ഒരു അത്ഭുതം ചെയ്യുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ എന്തെങ്കിലും പ്രൂവ് ചെയ്യാനല്ല. ഈശോയ്ക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ കഴിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നോ ജൂതമത പുരോഹിതന്മാരെ എല്ലാവരും വിളിച്ചെടുക്കണ്ട, ഞാൻ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക, അങ്ങനെ ഈശോ കാണിക്കുന്നില്ല. ഈശോ എപ്പോഴാണ് നടന്നേ? ഈശോയുടെ ശിഷ്യന്മാർ നടുക്കടലിൽ വഞ്ചിയിൽ അവര് ഒറ്റപ്പെട്ടു. വലിയ കാറ്റും എന്താ പറയുക, കടൽ ക്ഷോഭിക്കുന്ന സമയത്ത് വഞ്ചി ആടി ഉലയുക, അവർ നശിച്ചു പോകുമെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കർത്താവ് വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു. കർത്താവിന്റെ എല്ലാ അത്ഭുതങ്ങളും മനുഷ്യര് വിഷമിക്കുമ്പോൾ, തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ അവർക്ക് വേണ്ടി, കരയുന്ന മക്കൾക്ക് വേണ്ടി കർത്താവ് തുറക്കുക. അതാ അവിടെ നമ്മൾ കാണുന്നത്. അല്ല കർത്താവ് ഭൂമി വന്നിട്ട് എല്ലാവരുടെയും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുണ്ടെന്ന് കാണിക്കുന്നതുമില്ല. എവിടെ മനുഷ്യർ വിഷമിക്കുന്നോ വേദനിക്കുന്നോ വിചിത്രമായ രീതിയിലൂടെ, അവർ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പത്രോസിനോട് ഈശോ പറയുക, നീ വെള്ളത്തിന് മുകളിലൂടെ നടക്കുക. അതെ, ഇന്ന് നമ്മളെ നോക്കി ഈശോ പറയും, ഇന്ന് എന്തോ പ്രയാസമാണ് നിനക്കുള്ളത്, അതിന്റെ മുകളിൽ ഞാനുണ്ട്, വിശ്വസിക്കുക. നീ അതിന്റെ മുകളിലൂടെ സൗഖ്യത്തിൽ നടക്കും, വിജയിച്ച് നടക്കും. ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്ത് വിജയിച്ച് നീ മുന്നേറും. അതോടൊപ്പം തന്നെ ഇങ്ങനെ നീ മുന്നേറുമ്പോൾ നിന്നെ പോലെ സഹനത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരെ സഹായിക്കുവാൻ, ഇതേ ഈശോയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ അവർ നിറയപ്പെടുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തെ ദൈവം ഉപയോഗിക്കാനിടയായി തീരും. ശക്തമായി പ്രാർത്ഥിക്കാം. നല്ല യേശുവെ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം ഞാൻ ഇവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ അനുഭവിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ്, എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ യേശുവിന്റെ കുരിശുബലിയുടെ അഭിഷേകം ഇന്ന് ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. യേശുവിന്റെ അഭിഷേകം നിറയപ്പെടട്ടെ.
ഈശോയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും ചങ്ങലകളെയും തകർക്കുന്ന, എല്ലാ അതിർവരമ്പുകളെയും ഭേദിക്കുന്ന, എല്ലാ ബന്ധനങ്ങളെയും അഴിക്കുന്ന, എല്ലാ കെട്ടുകളെയും തകർക്കുന്ന കുരിശുബലിയുടെ അനന്ത അഭിഷേകം ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഞങ്ങളുടെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മലമുകളിൽ സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗലാത്യർ 2:20 അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈശോയോടൊപ്പം നമ്മളും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ കാണേണ്ടത് ഇതാണ്. ഈശോയോടൊപ്പം നമ്മളും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കൊളോസ്സോസ് 1:22 പറയുകയാണ്, കർത്താവ് തന്റെ ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. വിശ്വസിക്കുക സഹോദരങ്ങളെ, ഈശോയുടെ കുരിശുബലിയിലൂടെ പിതാവാൻ ദൈവത്തോട് നീ അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇനിമേൽ നീയല്ല, ക്രിസ്തുവാണ് നിന്നിൽ ജീവിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ അനന്ത ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ക്രിസ്തുവിന്റെ അപരിമേയമായ കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ക്രിസ്തുവിന്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചികമായ എന്തെങ്കിലും ഡൊമീനിയൻസ്, ഈവിൾ സ്പിരിറ്റ്സിന്റെ എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിലേക്ക് ദൈവത്തിന്റെ കുരിശുമരണത്തിന്റെ അഭിഷേകം വ്യാപരിക്കുകയാണ്. നമ്മൾ കാണണം, ഈശോയോടൊപ്പം കാൽവരി മലമുകളിൽ ഈശോയോടൊപ്പം നമ്മളും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20 പൗലോസ് പറയുകയാണ്. കൊളോസ്സോസ് 1:22 പൗലോസ് പറയുകയാണ്, ക്രിസ്തു തന്റെ ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ആരുമായിട്ട്? പിതാവാൻ ദൈവവുമായിട്ട്. അപ്പോൾ ഇന്ന് പിതാവാൻ ദൈവത്തിന്റെ ശക്തി നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങുവാൻ സാധിക്കുന്നു. പുത്രനാൻ ദൈവത്തിന്റെ കുരിശുബലിയുടെ ശക്തി നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിലും ജീവിതത്തിലും വെളിപ്പെടുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവിന് അനന്തമായ അഭിഷേകം നിങ്ങളിലൂടെ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലേക്കും വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ. എത്ര വലിയ ബന്ധനാവസ്ഥയിൽ കിടക്കുന്നവരാട്ടെ, നിങ്ങൾ വീട് വെച്ചിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ജീവിക്കാനോ താമസിക്കുവാനോ പറ്റാതെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണോ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ കേട്ട വചനത്തെ ഉള്ളിലോട്ട് റിസീവ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ വീടിനുള്ളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അഭിഷേകം ഇറങ്ങുവാണ്. ഈ അഭിഷേകമാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ചത്. ഈ അഭിഷേകമാണ് സകല സൃഷ്ട ജീവജാലങ്ങളെ നിർമ്മിച്ചത്. ഈ അഭിഷേകമാണ് പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പന നടത്തിയത്. ഈ അഭിഷേകം നിങ്ങളിലൂടെ ആ സ്ഥലത്തേക്ക് വ്യാപരിക്കുവാണ്. അവിടെ എന്തൊക്കെ ആധിപത്യങ്ങളുണ്ടോ ആ ആധിപത്യങ്ങൾ നിങ്ങളെയല്ലേ ഇനി നേരിടുന്നത്. ആ ആധിപത്യങ്ങൾ ഭയക്കുന്ന എന്തിനെയാണ്? ആ ആധിപത്യങ്ങളുടെ മേൽ വിജയം നേടിയ സകലതിനെ നിർമ്മിച്ചവന്റെ ശക്തി അതിപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ചില തോറ്റുപോയ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് ഈ ശക്തി ഇതാ വ്യാപരിക്കുന്നു. തോറ്റുപോയ മനുഷ്യർ, തകർന്നുപോയ മനുഷ്യർ, ഇനി പ്രതീക്ഷയില്ലെന്ന് ലോകം പറഞ്ഞ മനുഷ്യർ, പ്രതീക്ഷ അസ്തമിച്ചുവെന്ന് നിങ്ങൾ പോലും ചിന്തിക്കുന്ന അവസ്ഥകൾ, എല്ലാം ഫുൾ സ്റ്റോപ്പായ അവസ്ഥകൾ, ആ അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കുമ്പോൾ ആ ഫുൾ സ്റ്റോപ്പുകളെ കോമയാക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം ഒരിക്കലും ഏതെങ്കിലും ബൈബിൾ കോളേജിന്റെയോ സെമിനാരിയുടെയോ സുഖസുഷിദ്ധിയിലും വലിയ സമ്പന്നതയിലും സുഖസൗകര്യങ്ങളിലും ഇരുന്ന് യേശുവിനെ പഠിച്ചതല്ല. ജീവിതത്തിന്റെ കനൽ വഴിയിൽ തകർന്ന തരിപ്പണമായ അവസ്ഥയിൽ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഈ ലോകത്തു നിന്ന് പണ്ടേ മാറ്റപ്പെട്ടു പോകേണ്ട അവസ്ഥയിൽ നിന്ന് ഇരിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഈശോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ ആവേശം കൂടി പോകുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ ആവേശത്തിന്റെ കാരണം ഞങ്ങൾ പിടിച്ചു നിന്നത് ഈ ഈശോ കാരണമാണ്, ഈ ഈശോയുടെ ശക്തി കാരണമാണ്. അതുകൊണ്ട് ഈ ശക്തി നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലോട്ടും വ്യാപരിക്കും, നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപരിക്കും. ഇതാണ് ഈശോയുടെ ശക്തി. ചിലപ്പോൾ ഇന്ന് ആത്മഹത്യയെ മുൻപിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ഒരു ദിവസം തന്നെ ഒരു 8-10 പേരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ എന്നെ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാ ശക്തിപ്പെടുത്തി 10 പേരെങ്കിലും ഒരു ദിവസം ആത്മഹത്യയുടെ മുമ്പിൽ ഇരിക്കുന്നവർ ആത്മഹത്യയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തകർന്ന് തരിപ്പണമായവർ. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതുകൊണ്ട് ആരൊക്കെ ചീത്ത വിളിച്ചാലും, എത്രയൊക്കെ ഭീഷണി ഉണ്ടെങ്കിലും, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സൈഡിൽ നിന്ന് വരുമ്പോഴും ഈ ശുശ്രൂഷകൾ മുമ്പോട്ട് പോകാനുള്ള കാരണം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു ശക്തി തരിക. മുമ്പോട്ട് പോവുക. ആരും പ്ലീസ് ചെയ്യാനല്ല. വൺ സോൾ അറ്റ് എ ടൈം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഒരിക്കലും എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കാനഡയിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ട്
അവള് പറഞ്ഞു അവളുടെ ഫാദർ കടക്കണി കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പപ്പായ്ക്കൊക്കെ ബിസിനസ് ക്രൈസിസ് വന്ന ആ സമയത്ത് ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്ത്. ഞങ്ങളുടെ വീടിന് അടുത്തൊരു ഞങ്ങളുടെ വീടിന് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ അപ്പുറം ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അവിടെ പോയി പുള്ളി തലയ്ക്ക് വെച്ച് പുള്ളി മരിച്ചു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ പുള്ളി പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് പള്ളിയിലെ ധ്യാനകേന്ദ്രങ്ങളൊക്കെ പോകുമായിരുന്നു. പുള്ളിക്ക് താഴ്ച വന്ന സമയത്ത് ഉള്ള ധ്യാനകേന്ദ്രങ്ങളുള്ള ധ്യാനഗുരുക്കന്മാരെല്ലാം പറഞ്ഞു പുള്ളിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, പുള്ളി ചെയ്ത തെറ്റുകൊണ്ടാണ്, പുള്ളി ജീവിതത്തിൽ ചെയ്ത തെറ്റിന് ദൈവം നൽകിയ ശിക്ഷയാണ് ഈ തകർച്ച, അത് താങ്കൾ ബന്ധനത്തിന് കീഴിലാന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യന് കുറ്റബോധം ഉള്ളിലോട്ട് കയറിയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയി തലവെച്ചു. അങ്ങനെ മരിച്ച ഒരു മനുഷ്യന്റെ മകള്, അവള് വിശ്വാസത്തിൽ നിന്നല്ല അകന്നുപോയി. എന്നാൽ അവളെ ഈശോ തിരികെ വിശ്വാസ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അവൾ എന്നോട് മെസ്സേജ് അയച്ചു പറഞ്ഞു, അനീഷി പ്രസംഗിക്കുന്നത് നിർത്തരുത്. ഇതുപോലെ തകർന്ന് തരിപ്പണമായിട്ടുള്ള കുറെ കുടുംബങ്ങളെ പരിചയപ്പെട്ടു. അവൾ പറഞ്ഞു ഇനി ആർക്കും ഇത് സംഭവിക്കരുത്. ഇവർ ഈശോനെ അറിയണം, ഈശോനെ മനസ്സിലാക്കണം. ആരൊക്കെ എത്രയൊക്കെ എതിർത്താലും ഈ ഈശോ പ്രസംഗിക്കപ്പെടണം, ഈ ഈശോയുടെ സ്നേഹം പ്രസംഗിക്കപ്പെടണം. ഹല്ലേലൂയ. എന്നോട് ചില വലിയ കരിസ്മാറ്റിക് പ്രഭാഷകർ മെസ്സേജിൽ പറയും, നീ ബന്ധനം പ്രസംഗിക്കണം, നീ മനുഷ്യരെ ചില പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താക്കീത് കൊടുക്കുന്ന അല്ലെങ്കിൽ ചില ബന്ധന ഉപദേശങ്ങൾ, ചില ഭയപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അതൊക്കെ ഇടയ്ക്ക് കൊടുക്കണം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. സത്യം പറഞ്ഞാല് ചില മുഖങ്ങൾ എന്റെ മനസ്സിലോട്ട് വരും. എനിക്കൊരു രജനി എന്ന് പറയും, എനിക്ക് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പേരൻസ് ഇതുപോലെ ധ്യാനമൊക്കെ കൂടാൻ പോയി തൂങ്ങി മരിച്ച ആൾക്കാരുണ്ട്. പാപബോധവും കുറ്റബോധവും ഒക്കെ ഭയങ്കരമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ച്. ഞാനിത് പറയുമ്പോൾ അവരൊക്കെ ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള മനുഷ്യരുണ്ട്. യേശുവിനെ അറിയാത്ത പ്രഭാഷകർ യേശുവിനെ പ്രഘോഷിച്ച് നശിപ്പിച്ച് ജൂതവൽക്കരണം നടത്തിയ ഒരു നാട്ടില് ഇന്ന് സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ സ്നേഹിക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന ഒരു യേശു ഉണ്ട്. ആരും പറയുന്ന നിങ്ങൾ വേറെ ആരും പറഞ്ഞ് നിങ്ങൾ കേൾക്കാൻ പോകരുത്. ജീവിക്കുന്ന ഒരു യേശുവുണ്ട്, നിങ്ങളെ അറിയുന്ന, നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരു ഈശോയുണ്ട്. വകുപ്പ് പറഞ്ഞ് നിങ്ങളെ ഓരോ ചിന്തകളും നൽകി പേടിപ്പിക്കുന്ന ആൾക്കാർ പലതും പറയുമ്പോൾ അവരുടെ കൈ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അവരുടെ കയ്യിൽ ഒരു തുളയുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട ആണിപ്പഴുതുള്ള കരമുള്ള ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇന്നും ആണിപ്പഴുത് കീപ്പ് ചെയ്തേക്കുക. എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടിയാ ഈശോ കുരിശിൽ ബലിയായി തീർന്നത്, നിങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ഈശോ കുരിശിൽ തറക്കപ്പെട്ടത്. ആ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നവർ ആരാ സ്നേഹിക്കുന്നത്? ആ ഈശോയുടെ സ്നേഹം പ്രസംഗിക്കപ്പെടും. ഇന്ന് ഓരോ ദിവസങ്ങളിൽ എത്രയോ മനുഷ്യരാ, ഞാൻ പറഞ്ഞില്ല, കുറഞ്ഞൊരു 10 പേരെങ്കിലും തകർന്ന് തരിപ്പണമായി എല്ലാം അവസാനിപ്പിച്ചേക്കാന്ന് പറയുന്നവര് മെസ്സേജ് അയക്കുകയാണ്. 10 പേര് മതിയെന്ന് വേണ്ട, ഒരാൾ മതി. ഒരാളുടെ ജീവിതത്തിൽ ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഒരാള് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നുണ്ടോ, അത് മതി. അതാണ് ഏറ്റവും വലിയ അംഗീകാരം. ഹല്ലേലൂയ. ഈശോയെ ആരാധന. നാളെ ഏതെങ്കിലും ഒരു കുറെ ആൾക്കാർ വന്ന് എനിക്ക് കുറച്ച് എന്നാ പറയുന്നത് പൂച്ചണ്ടുകൾ നൽകി, അനീഷ് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ഓൺലൈൻ ടോക്കുകളൊക്കെ നല്ലതാ കേട്ടോ, അനീഷിനെ ഞങ്ങൾ അനുമോദിക്കുന്നു എന്ന് പറഞ്ഞ് നാളെ സമാധാനയരെല്ലാം കൂടെ വന്ന് എനിക്കൊരു പൂച്ചണ്ട് തന്ന അന്ന് തീരും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. കാരണം യേശു പ്രസംഗിക്കണമെങ്കിൽ, യേശു പ്രസംഗിക്കപ്പെടണമെങ്കിൽ, യേശുവിന്റെ ആത്മാവ് പ്രസംഗിക്കപ്പെടണമെങ്കിൽ ഈ അനുമോദനങ്ങളൊന്നും അല്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി. നിങ്ങളും ഞാനും നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ കനൽ വഴിയിൽ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ഡേ ടു ഡേ ലൈഫിൽ ഓരോ പ്രതിസന്ധികൾക്ക് നടുവിൽ ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ഇത് അനുമോദനങ്ങൾ പ്രതീക്ഷിച്ചുള്ള സംഭവമല്ല, ഇത് അപ്രിസിയേഷൻ പ്രതീക്ഷിച്ചുള്ള സംഭവമല്ല, ഇത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള സംഭവമല്ല. ഇത് അനുഭവിച്ചറിഞ്ഞ ഈശോനെ നമ്മൾ പങ്കുവയ്ക്കുക. ഇത് നിങ്ങളും ചെയ്യണം, എന്നെ കേൾക്കുന്ന നിങ്ങളും ഇത് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ വെല്ലുവിളിക്കാം, നിങ്ങളും ചെയ്യണം. ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയണം. ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പറയണം. ഇത് പറയേണ്ടവർ പറയാതിരിക്കുമ്പോൾ കർത്താവ് ബലഹീനമായതിനെ കരങ്ങളിലെടുക്കും. യേശുവെ ആരാധന, യേശുവെ മഹത്വം നിങ്ങളെ കരങ്ങളിലെടുക്കും. കർത്താവ് അതിശക്തമായി ഉപയോഗിക്കും. ചിലപ്പോൾ അക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട വ്യക്തി നിങ്ങളെ കർത്താവ് അതിശക്തമായി ഉപയോഗിക്കും. കർത്താവ് ഉപയോഗിക്കാൻ വേണ്ടി പോകും. ചില ആൾക്കാർ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കാറുണ്ട്, അതായത് ഓൺലൈനിലൊക്കെ ഇങ്ങനെ വചനം പറയുന്നത് ഇത് സ്തോത്രക്കാഴ്ച പിരിക്കാനാണ്, ഇത് ഇങ്ങനെ വചനം പ്രസംഗിച്ച് കാശുണ്ടാക്കാനാണ്. ഒരൊറ്റ തെളിവ് തരാമോ? ഒരൊറ്റ തെളിവ്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ആരെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ഈ ഇത്രയും വർഷങ്ങളായിട്ട് ഓൺലൈനിൽ വചനം പ്രസംഗിക്കുന്ന ഒരു തവണയെങ്കിലും ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിൽ നിന്ന് സ്തോത്രക്കാഴ്ച മേടിച്ചെന്നോ പൈസ കളക്ട് ചെയ്തെന്നോ യേശുവിനെ പറഞ്ഞ് കാശ് മേടിച്ചെന്നോ ഒരു തെളിവ്, ഒരൊറ്റ ഓർമ്മ, ഞാൻ ഓൺലൈനായിട്ട് പബ്ലിക്കായിട്ട് പറയുന്നു, ഒരൊറ്റ തെളിവ് തരാം. ഒറ്റ തെളിവ് തരാമെങ്കിൽ അന്ന് ഞാൻ ഈ പരിപാടി നിർത്തും. കാരണം തെളിവില്ല. ഇത് ബന്ധന ഉപദേശകർക്കും ബന്ധനം പഠിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ മനുഷ്യരെ കുറ്റബോധത്തിലേക്കും വേറെ ചില സംഭവത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ചൂഷകർക്ക് അവരുടെ ബിസിനസ്സാണ് എന്ത്, ഈ ഒരു രീതിയിൽ മനുഷ്യർ പോയെങ്കിലുള്ള അവർക്ക് കാശ് കിട്ടുന്നു. അപ്പൊ അവര് പറയും, യേശുവിന്റെ സ്നേഹത്തെയും കരുണയെയും കുറിച്ചൊക്കെ ഈ പ്രസംഗിക്കുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി. അതാ ഞാൻ പറയുന്നത്, കാശുണ്ടാക്കി എന്നുള്ളതിന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ മതി. ഒരു മനുഷ്യൻ, 1 പേഴ്സൺ ഫേസ്ബുക്കിൽ നിന്ന്
യൂട്യൂബിൽ നിന്ന് 1 രൂപ എപ്പോഴെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഇന്നേ വരെ എടുത്തിട്ടില്ല. അത് അങ്ങനെയൊട്ട് ചെയ്യത്തുമില്ല. കാരണം അത് ശുശ്രൂഷയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. ഞാൻ അവരെ കുറ്റം വിധിക്കുകയോ കുറ്റം ചുമത്തുകയോ ചെയ്യുകയല്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ വചനം പ്രഘോഷിക്കുന്ന, സ്തോത്രകാഴ്ച സ്വീകരിക്കുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുകയോ കുറ്റം വിധിക്കുകയോ അവർ ചെയ്യുന്ന മോശമാണെന്നൊന്നും ഞാൻ പറയാറില്ല. സ്തോത്രകാഴ്ച ചെയ്ത് അല്ലെങ്കിൽ അവങ്ങളെ ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന എത്രയോ മിഷണറിമാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോണം കേട്ടോ. ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു ഉദ്ദേശം, ഞാൻ അനുഭവിച്ചറിഞ്ഞ, ഞാൻ രുചിച്ചറിഞ്ഞ ഈശോനെ പങ്കുവെക്കുക. അത് പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോയുടെ ഒരു വലിയ സന്തോഷം എനിക്ക് അനുഭവിക്കാനാണ്. ആ സന്തോഷമാണ് ഇതിന്റെ സീക്രട്ട്. കർത്താവ് തരുന്ന ഒരു സന്തോഷം. ഒരു ദിവസം ഒരു വ്യക്തിയെങ്കിലും ഈ ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു വലിയ റിലീഫാണ്. ഈശോയ്ക്ക് കിട്ടുന്ന ഒരു റിലീഫ് നമുക്കും കിട്ടുമോ? ഹല്ലേലൂയ, ഈശോയെ ആരാധന. അല്ല, ഈശോ സത്യം പറഞ്ഞ ഈ ലോകത്ത് ഈ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളൊക്കെ എന്തിനാ? ഈശോയെ കൊടുക്കാൻ വേണ്ടിയല്ലേ? ഈശോയ്ക്ക് വേണ്ടപ്പെട്ടവരാണ് ഓരോ മനുഷ്യരും. ഓരോ മനുഷ്യരെയും എങ്ങനെയെങ്കിലും ഈശോയുടെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഈ പ്രസ്ഥാനങ്ങളെല്ലാം. അല്ലാതെ വേറെ എന്തിനാ? കർത്താവിന് ഈ ഹോസ്പിറ്റലും സ്കൂളും കോളേജും ഈ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയിട്ട് കർത്താവിന് അതിന്റെ ചെലവിലാണ് ഈശോ ജീവിക്കുന്നത്. എല്ലാത്തിലും ഈശോയുടെ പേരും മാതാവിന്റെ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഈശോയുടെ സ്നേഹം എങ്ങനെ നമുക്ക് എത്തിക്കണം. തകർന്ന മനുഷ്യർ ഈശോനെ അറിയണം, അനുഭവിക്കണം. ഈ ഭൂമിയിൽ അവരായിരിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം അവരുടെ ആയുസ്സിൽ അവർ രുചിച്ചറിയണം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, അന്നത്തെ ജൂതമതം, യേശുവിന്റെ കാലത്തുണ്ടായിരുന്ന ജൂതന്മാരുടെ മതത്തെക്കാളും വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മതമായിട്ട് ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ ഇപ്പോൾ വലിയ സമ്പന്ന മതം ക്രിസ്തു മതം അല്ലേ. ഇത് ബൈബിളിന്റെ ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ കാര്യം ഒന്ന് മിസ്സാവുകയാണ്. ആ മിസ്സാകുന്നത് വേറൊന്നുമല്ല, ഈശോയുടെ സിംപ്ലിസിറ്റിയാണ്, ഈശോയുടെ നിർമ്മലതയാണ്. ആ ഈശോയുടെ സിംപ്ലിസിറ്റി, ഈശോയുടെ ആ നിഷ്കളങ്കത. ഈശോ പറഞ്ഞില്ലേ, ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ആർക്കാണ് ദൈവരാജ്യം ഉള്ളത്? ദൈവരാജ്യം ആർക്കാ? ദൈവരാജ്യം ശിശുക്കളെ പോലുള്ളവർക്കാണ്. ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ഹല്ലേലൂയ. ശിശുസഹജമായ ഹൃദയത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്കുള്ളതാണ് ദൈവരാജ്യം. സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാകും. നിഷ്കളങ്കമായ ശിശുസഹജമായ ഹൃദയമുള്ളവർ ദൈവരാജ്യം കൈവശമാക്കും. ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. ഇത് ഈശോ പറയുമ്പോൾ അന്ന് ഈശോയുടെ ചുറ്റും കുറെ ജൂതന്മാര്, അന്നത്തെ ഫരിസേയർ ഇരിപ്പുണ്ടായി. ഫരിസേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ബുദ്ധിജീവികളാണ്. അതായത് ഈ ബൈബിളിലെ ദൈവത്തെ ബുദ്ധിയുടെ തലത്തിൽ പഠിക്കുന്ന, പഴയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ അരച്ച് കലക്കി കുടിച്ചേക്കുവാണ്. ഭയങ്കര ബുദ്ധിജീവികളാണ്. എല്ലാം ബുദ്ധിയുടെ തലത്തിലാണ് അവർ അപഗ്രഥിക്കുന്നത്. അപ്പോൾ വർഷങ്ങള് പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അന്നൊരു ഫരിസേനോ സദുക്കിയനോ നിയമജ്ഞനൊക്കെ ആകാൻ പറ്റത്തുള്ളൂ. വർഷങ്ങളുടെ പാണ്ഡിത്യമാണ്. അപ്പൊ അവരുടെ ഇടയിലോട്ട് തച്ചന്റെ മകനായ യേശു, ജോസഫിന്റെ മകനായ യേശു വന്ന് അവരെക്കാളും വിസ്മയിക്കുന്ന രീതിയിൽ വചനം പറയുവാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അവര് ചോദിക്കുന്നു, ഇതാ തച്ചന്റെ മകനല്ലേ, ഇവൻ എവിടെ നിന്ന് കിട്ടിയ അറിവ്? ഇവൻ ഏത് ബൈബിൾ സ്കൂളിലും സെമിനാരിലും പോയിട്ടുണ്ട്. ഇവനിത് എവിടെ പോയിട്ടാണ് ഇവന് ഈ അറിവ് കിട്ടുന്നത്? ഞങ്ങളെ പോലെ വർഷങ്ങളിരുന്ന് ബുദ്ധിയുടെ തലത്തിൽ അപഗ്രഥിച്ചവനല്ലല്ലോ ഈ വ്യക്തി. ഇവനെങ്ങനെ ഈ അറിവുകൾ കിട്ടുന്നത്? ഇതാണ് അവിടെ വലിയൊരു പ്രശ്നമായത്. യേശു പറഞ്ഞു, ശിശുക്കളെ പോലുള്ളവരെ തടയരുത്, ദൈവരാജ്യം അവരെ പോലുള്ളവർക്കാണ്. കാരണം അന്ന് ഈശോയുടെ അരികിലേക്ക് ഒരുപാട് സാധാരണ മനുഷ്യര് ശിശുസഹജമായ ഹൃദയത്തെ അങ്ങനെയുള്ള നിഷ്കളങ്കതയുള്ള മനുഷ്യർ വരുമായിരുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, അവരെ പോലുള്ളവർക്കാണ് ദൈവരാജ്യം. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ശിശുസഹജമായ ഹൃദയത്തോടെ നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ അത്ഭുതം, ഞങ്ങളെ വഴി നടത്തിയ ദൈവം നിങ്ങളെ വഴി നടത്തും. ഞാൻ എൻ്റെ സാക്ഷ്യം മാത്രമേ കേട്ടൊന്ന് പങ്കുവെക്കുന്നു. ഈ സാക്ഷ്യം പങ്കുവെക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് ഏതെങ്കിലും ഒരു വ്യക്തി, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒരാള് ജീവിതത്തിൽ
ഇതിലൂടെ ഒരു ആശ്വാസം ഈശോയിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകട്ടെ. ഈശോയുടെ ആശ്വാസം നിങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവ്, ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബുദ്ധിയുടെ തലത്തിലുള്ള കെട്ടുകളിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലുള്ള ജീവിതത്തിലേക്ക് എല്ലാവരും പ്രവേശിക്കപ്പെടുമാറാകട്ടെ. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത് ഒരു മോട്ടിവേഷൻ കേവലം നൽകി നിങ്ങളെന്ന് പ്രചോദിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല, ബുദ്ധിയുടെ തലത്തിലുള്ള ജീവിതത്തിൽ നിന്ന് ആത്മാവിന്റെ തലത്തിലുള്ള ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ പ്രവേശിപ്പിക്കും. ആ ആത്മാവിന്റെ തലത്തിലുള്ള ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും സഹായവും നമുക്ക് വേണം. അപ്പൊ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും സഹായവും കൃപയും നമ്മൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവ്, ഓരോ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ നിയോഗപ്രകാരം ഇന്ന് സാക്ഷ്യം പങ്കുവെക്കപ്പെടുമ്പോൾ കർത്താവെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളും, ഞാനടക്കമുള്ള സകലരും കർത്താവെ, നിന്റെ സന്നിധിയിൽ ഇന്ന് എളിമപ്പെടുന്നു. കർത്താവ്, നിന്റെ സന്നിധിയിൽ ഇന്ന് എളിമപ്പെടുന്നു. ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന തോമസ് അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിന്ധു ക്രിസ്റ്റിയെ സമർപ്പിക്കുന്നു. റബിയ ജലീലിനെ സമർപ്പിക്കുന്നു. സജി മാത്യുവിനെ സമർപ്പിക്കുന്നു. നീതു സജിത്തിനെ സമർപ്പിക്കുന്നു. താഹിറിനെ സമർപ്പിക്കുന്നു. ഈ സഹോദരങ്ങളൊക്കെ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർ ജീവിതത്തിൽ കടന്നു പോകുന്ന അസ്വസ്ഥതകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നീ അറിയുന്നല്ലോ. ചിലപ്പോൾ ദൈവത്തെ ഒത്തിരി മുറുകെ പിടിച്ചിട്ടും നിങ്ങൾ ചില അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചില വീട് വെച്ചു, അല്ലെങ്കിൽ ചില ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നത്. പക്ഷെ ഇന്ന് വിശ്വസിക്കുക, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ച സാക്ഷ്യം നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുമാറാകട്ടെ. അതായത് ഞാൻ പറഞ്ഞില്ല, അന്ന് എല്ലാം നശിച്ച് തകർന്നരിപ്പണമായെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്താണ് പ്രതീക്ഷയുടെ ഒരു വെളിച്ചം, ഒരു ചെറിയ ലൈറ്റ്, ഈ ഈശോയുടെ വചനം അന്ന് ഞാൻ യാദൃച്ഛികമായിട്ട് ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ചുറ്റുമുള്ളവർ മുഴുവൻ നെഗറ്റീവായിരുന്നു പറഞ്ഞു, എല്ലാം തകർന്നു, എല്ലാം തീർന്നു, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ നടുവിൽ വലിയൊരു പ്രതീക്ഷ ഉള്ളിലുണ്ടായി. അങ്ങനെ ദൈവം ആ പ്രതീക്ഷയെ മുറുകെ പിടിച്ച്, വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്നെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ ശക്തിപ്പെടുത്തുകയും, ലോകത്തിന് മുൻപിൽ ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു, ആ ഫുൾ സ്റ്റോപ്പിനെ ദൈവം കോമയാക്കി. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു, ലോകം നിങ്ങളുടെ മുൻപിൽ, ലോകം നിങ്ങളുടെ ലൈഫ് ചില മേഖലകൾ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നെങ്കിൽ അതിനെ കോമയാക്കി പുതിയ ഒരു ചരിത്രം നിങ്ങൾക്ക് വേണ്ടി രചിക്കുവാൻ ദൈവം സർവശക്തനാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു ചരിത്രം രചിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. നെഗറ്റീവിലേക്ക് നോക്കില്ലേ, പോസിറ്റീവിലേക്ക് നോക്കുക. സർവശക്തനായ ദൈവം നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. ആ ദൈവം നിങ്ങളുടെ വലതുകരം പിടിച്ചിരിക്കുന്നു. ആ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞൊരു കാര്യം എന്താ? മോശയെ, ഞാനാകുന്നവൻ നിന്നോടൊപ്പമുണ്ട്. എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ ഞാനാകുന്നവനുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായാലും ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുവാൻ ഇടയായെങ്കിൽ ഈ ഞാനാകുന്നവനിലൂടെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരിലും അവൻ വസിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ അവനുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അവനുണ്ട്. നമ്മൾ ഓൺലൈനിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനാകുന്നവൻ നിന്റെയും എന്റെയും ഉള്ളിൽ ഇരിക്കുന്നവൻ നമ്മുടെ നടുവിൽ വ്യാപരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അവനാണ് സ്വീകരിക്കുന്നത്. ആ പ്രാർത്ഥനകൾ മുഴുവനും ഇന്ന് ദൈവം സ്വീകരിക്കുമ്പോൾ ഈശോയുടെ വലിയ കരുണ നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. എല്ലാ നിയോഗങ്ങളെയും തമ്പുരാൻ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ വഴി നടത്തുമാറാകണമേ, ശക്തിപ്പെടുത്തുമാറാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്ക്. ആമേൻ. ഗ്ലോറി ബി ടു ഗോഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കുക. ഇന്ന് ഈ സന്ദേശം പറയാൻ, ഞാൻ ഈ ഒരു സാക്ഷ്യം പറയാനൊന്നും ഞാൻ എൻ്റെ ഒരു വർക്ക് കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിക്ക് എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു പഴയ കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ ഓർമ്മയിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്നുള്ളിൽ ഒരു പ്രേരണ നൽകി. അതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യം പറഞ്ഞത്. തുടക്കം മുതൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ജോയിൻ ചെയ്തവരാണെങ്കിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുക, ലൈവ് കഴിയുമ്പോൾ തുടക്കം മുതൽ നിങ്ങൾ കേട്ട് നോക്കുക. ഇറ്റ് മൈറ്റ് ഹെൽപ്പ് യു ഇൻ യുവർ ലൈഫ്. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.